ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ചേസി ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ 7ാം ക്ലാസ്സിലെ, അതായത് നമ്മുടെ SCERT സിലബസ് അനുസരിച്ച് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ 2 ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് 7ാം ക്ലാസ് മുഴുവനായിട്ട് ഒറ്റ വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ മനസ്സിലായി അത് നല്ല നടപ്പല്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കണ്ടന്റ് ഉണ്ട്. 5ാം ക്ലാസ് ഒറ്റ വീഡിയോ ചെയ്താലും അത്രയും പ്രശ്നം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 7ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഒറ്റ വീഡിയോ ചെയ്താൽ ശരിയായില്ല. അപ്പൊ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യയാണ് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങളുണ്ട്. ഈ 2 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യം ഒരു ചോദിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിവ. അപ്പൊ ഇതെന്തൊക്കെയാണ്? മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ഭരണ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ചരിത്ര ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒന്നാമത്തേത് നമുക്ക് വളരെ പരിചിതമാണ്. എന്താണെന്ന് നമ്മുടെ ചെങ്കോട്ടയാണ്. ഏതാണ്? ചെങ്കോട്ടയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ്. ആ ചെങ്കോട്ടയുടെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാക്കി നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഇവരിവിടെ മുഗൾ ഭരണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. ആരാണ്? ബാബറാണ് 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? അപ്പൊ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1526 മുതൽ 1857 വരെയാണ് ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രമാക്കി മുഗളന്മാരുടെ ഭരണം ഉണ്ടായിരുന്നത്. അപ്പൊ ആരൊക്കെയാണ് മുഗൾസ് എന്ന് നോക്കാം. മുഗൾ ഭരണാധികാരികൾ: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പൊ ബാബറിന്റെ മകനാണ് ഹുമയൂൺ, ഹുമയൂണിന്റെ മകനാണ് അക്ബർ, അക്ബറിന്റെ മകനാണ് ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ, ഷാജഹാന്റെ മകനാണ് ഔറംഗസേബ്. അപ്പൊ ഇന്നത്തെ പോലെ ജനാധിപത്യമാണോ ഒന്ന് നിലനിന്നിരുന്നത്? അല്ല, അല്ലെ? ഇപ്പൊ രാജഭരണമാണ്. രാജാവിന്റെ മകൻ രാജാവ്. അപ്പൊ ആ രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് മുഗൾ രാജാവ്. പ്രധാനപ്പെട്ട മുഗൾ രാജാക്കന്മാരാണ് ഇതൊക്കെ. അപ്പൊ പദസൂര്യയിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ സമയത്ത്, അതായത് ഔറംഗസേബിന്റെ കാലത്തെ മുഗൾ രാജ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആർക്കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് ആർക്കോട്ട് വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതെല്ലാം രാജ്യങ്ങൾ ഈ മുഗൾ ഭരണം വ്യാപിച്ചു കിടന്നു എന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാം. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അല്ലെ? പിന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യ ഏകദേശം നമ്മുടെ കേരളവും പിന്നെ തമിഴ്നാടിന്റെ കുറച്ച് ഭാഗവും ഒഴിച്ച് ബാക്കി മൊത്തത്തില് മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അവരൊന്നും തന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പിന്നെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പോലെ ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അപ്പൊ പിന്നെ ഇന്ത്യ. ഇവിടെയാണ് നമ്മുടെ മുഗൾ ഭരണം ഉണ്ടായിരുന്നത്. മുഗളരും 1ാം പാനിപ്പട്ട് യുദ്ധവും. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ച യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? 1ാം പാനിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നത്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനാണ് ആര്? ബാബറാണ് മുഗൾ രാജ്യസ്ഥാപകൻ. ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും, അപ്പോ 2 രാജവംശത്തിന്റെ ഒരു വേരുള്ള വ്യക്തിയാണ് ബാബർ എന്ന് പറയുന്നത്. അതായത് പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും. അപ്പൊ മംഗോളിലെ പ്രധാന ഭരണാധികാരിയാണ് ആര്? ചെങ്കിസ് ഖാൻ. അപ്പൊ ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയാണ് ആരെന്ന് പറയുന്നത്? ബാബർ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോ തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിന്തുടർച്ചക്കാരാണ് മുഗൾസ് എന്ന് പറയുന്നത്. അവർക്ക് മംഗോൾ രാജവംശമായിട്ടും പിന്നെന്താണ് തുർക്കി ഭരണവംശവുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ അവരെ എന്തെന്ന് വിളിച്ചു? മുഗൾ എന്ന് വിളിച്ചു.
16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധി. അപ്പൊ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര്? ഇബ്രാഹിം ലോധി. ഈ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും. ഇപ്പൊ ബാബർ ആദ്യം ഇവിടത്തെ ഭരണാധികാരിയായിരുന്നു, കാബൂളിലെ ഭരണാധികാരിയായ ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം? ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി 1526. ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് അല്ലെ. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാന ശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെ പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പൊ നമ്മുടെ അക്ബർ ചക്രവർത്തിയെ പറ്റി ആരെഴുതിയിരിക്കുന്നതാണ്? ജസ്യൂട്ട് പാതിരി ആയിട്ടുള്ള നമ്മുടെ പിയറി ജാറിക് ജസ്യൂട്ട് പാതിരിയായ പിയറി ജാറിക് എഴുതിയതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അക്ബറെ മാത്രം നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? മഹാനായ അക്ബർ ചക്രവർത്തി അല്ലെ, മഹാനായ അക്ബർ ചക്രവർത്തി എന്നാണ് പറയുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ഭരണം അത്രയ്ക്ക് നല്ലതായിരുന്നു. ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ശക്തനായിരുന്നു, പിന്നെന്താണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആര്? അക്ബർ ചക്രവർത്തി. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയാണ് ആരുടെ തലസ്ഥാനം? അക്ബറിന്റെ തലസ്ഥാനം. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ എന്ത് പണിതു? ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. എവിടെ? നമ്മുടെ ഇബാദത്ത് ഖാനയിൽ. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ എന്താണ്? മുഗൾ രാജവംശത്തിലെ പ്രസ്തുതനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയിരുന്ന ചിത്രമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ അക്ബറിന്റെ മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരണമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അപ്പോൾ അക്ബർ കൊണ്ടുവന്ന മതം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ദിൻ ഇലാഹിയാണ് പറയുന്നത്. ദിൻ ഇലാഹി കലണ്ടർ കൊണ്ടുവന്നതും അക്ബർ ആണ്. അപ്പൊ ഇതെന്താണ്? ഈ മതം എങ്ങനെയാണ്? ഇതൊരു ദർശനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഈ കുൽ. എന്താണ്? എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഈ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ എന്താണ്? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതാണ് ഈ ദിൻ ഇലാഹി. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി കൂടിയാണ് അക്ബർ. അതായത് മുസ്ലിം അല്ലാത്തവർ നൽകിയിരുന്ന ഒരു മതനികുതിയാണ് ജസിയ എന്ന് പറയുന്നത്. ഈ ജസിയ നിർത്തലാക്കിയത് അക്ബറാണ്. സഹിഷ്ണുതാ നയം പിന്തുടർന്നതിന് തെളിവാണ് എന്ത്? ഈ ജസിയ നിർത്തലാക്കിയത്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജാ തോഡർമാൾ, പിന്നെ ആരാണ്? രാജാ മാൻസിംഗ്, പിന്നെ ആരാണ്?
രാജ ഭഗവൻ ദാസ്. അപ്പൊ രാജ ഭഗവൻ ദാസ്. പിന്നെ ആരാണ്? ബീർബൽ. രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പൊ അക്ബറിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നവരാണ് ആരൊക്കെ? നമ്മുടെ രാജ തോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് വേണമെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ഞാൻ ഇതിന്റെ അത്യാവശ്യം പോയിന്റ്സ് എല്ലാം എഴുതിയ ഒരു നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വേണമെന്നുള്ളവര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അവർക്ക് ഞാൻ ഈ നോട്ട് തീർച്ചയായും അയച്ചു തരുന്നതാണ്. പിന്നെ ഇത് കാണുന്ന എല്ലാവരും മിക്കവരും ഉള്ളതും നമ്മുടെ ഡയമണ്ട് PSC ഉള്ളവരായിരിക്കും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പായ ഡയമണ്ട് PSC ഉള്ളവരായിരിക്കും. അപ്പോൾ അതല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവര് ഡയമണ്ട് PSC ചേരണമെങ്കിൽ ഉറപ്പായിട്ടും ലിങ്ക് ചോദിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അതിൽ ഡിഗ്രി ലെവൽ എക്സാം, 10th ലെവൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നോട്ട് വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യുക. ഓക്കെ, എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുത വർദ്ധിച്ച് സമയം പാഴാക്കും. എന്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസ്കി ജഹാംഗീരി എഴുതിയത് ജഹാംഗീർ ആണ്. അപ്പൊ തന്റെ ഓർമ്മക്കുറിപ്പായ തുസ്കി ജഹാംഗീറിയിൽ ജഹാംഗീർ രേഖപ്പെടുത്തിയതാണ് ഈ കൊടുത്തിരിക്കുന്നത്. മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി സൈനിക സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ആണ്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം. അപ്പൊ കുതിരപ്പടയാളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാൻസബിന്റെ എണ്ണം കൂടും. അപ്പൊ അദ്ദേഹത്തിന്റെ പദവി കൂടും. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്മാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ ചോദ്യം വരാം, അക്ബറിന്റെ ഭരണകാലത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായി നിലവിൽ വന്ന സമ്പ്രദായം ഏതാണ്? മൻസബ്ദാരി സമ്പ്രദായമാണ്. മൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അപ്പൊ അവർക്ക് പദവി കൂടുതലാണെങ്കിൽ കൂടുതൽ ഭൂമി ലഭിക്കും. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അപ്പൊ അവർക്ക് അവരുടെ സൈന്യ ബലമനുസരിച്ച് അവർക്ക് ഭൂമി പതിച്ചു കൊടുത്തു. ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് ഈ മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. പിന്നെ മുഗൾ ഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു ഭരണ രീതിയാണ് ഇതിപ്പോ നമ്മള് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ എസ്റ്റേറ്റുകളൊക്കെ കൊടുക്കും പോലെ അതേ രീതി തന്നെയാണ്. ഏറ്റവും താഴെ തട്ടിൽ ഗ്രാമം, പിന്നെ പർഗാന, സർക്കാർ, സുബ. ഏറ്റവും ഉയർന്ന തട്ടിലുള്ളത് സുബയാണ്, ഏറ്റവും താഴെ തട്ടിലുള്ളത് ഗ്രാമമാണ്, രണ്ടാമത്തെ തട്ടിൽ പർഗാന, മൂന്നാമത്തെ തട്ടിൽ സർക്കാർ. ഇതൊന്ന് ഓർത്തിരിക്കുക. കാരണം നമുക്കറിയാം SCERT കൊടുക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഇനിയും അത് വരാം. ഇങ്ങനെ എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ മധ്യകാല ഇന്ത്യ നമുക്ക് പരീക്ഷയ്ക്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ മുഗൾസ് ഒന്നും നമുക്ക് ഭക്തി പ്രസ്ഥാനമൊന്നും പഠിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും PSC ഒരു ചോദ്യം കൊണ്ട് അതിൽ നിന്ന് ഇടുന്നത്. കാര്യം ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മൾ ഗുരു നാനാക്കിനെ പറ്റി പഠിക്കുന്നുണ്ട്. മേ ബി ഗുരു നാനാക്കിനെ പറ്റി ചോദിക്കാം. കാരണം വളരെ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തെ പറ്റി ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ പറയാം. 2024 നവംബറിൽ 555 ജന്മവാർഷികം ആഘോഷിച്ച വ്യക്തിയാണ് ആര്?
ഗുരു നാനാക്ക്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മളത് നമ്മുടെ സർക്കാർ അത് ആഘോഷിച്ചു. 555-ാമത്തത്. അപ്പൊ ഒരു 555 എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് വളരെ പ്രത്യേകത ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി നമുക്ക് അതിൽ നിന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഞാൻ മുഴുവനായിട്ട് പറയാമെന്ന് കരുതിയത്. അപ്പൊ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഇതിന് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് നല്ലൊരു നോട്ടാക്കി വെച്ചിട്ടുണ്ട് 2 ചാപ്റ്ററും. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അപ്പൊ മുഗൾ ഭരണത്തിന്റെ ഒരു ഭരണക്രമം തന്നെയാണിത്. പ്രത്യേകിച്ചും ആരുടെ കാലത്താണ്? അക്ബറിന്റെ കാലത്ത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതരാണ്. അപ്പൊ നമുക്ക് പല പഴയ സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കഥകളിലൊക്കെ കേൾക്കുന്നുണ്ട്. ഈ മതപണ്ഡിതരാണ് എന്ത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അതിനൊക്കെ ശിക്ഷ തീർപ്പ് കൽപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. തദ്ദേശീയരായ മതപണ്ഡിതരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് ഖാസിമാർ. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അക്ബറിന്റെ അല്ലെങ്കിൽ മുഗൾ ഭരണകാലഘട്ടത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് തദ്ദേശീയരായ മതപണ്ഡിതരാണ്. അവരെയാണ് ഖാസിമാർ എന്ന് പറയുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കീഴ്ക്കോടതികളിൽ നിന്ന് ഒരു കേസിന്റെ വിധി വന്നു, നമുക്കത് തൃപ്തിയില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സുപ്പീരിയർ കോർട്ടിലോട്ട് പോകും. അവസാനം നമ്മൾ ഇവിടം വരെ പോകും, സുപ്രീം കോർട്ട് വരെ പോകും എന്നതുപോലെ ഇവിടെ ഈ ഖാസിമാരുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് എന്ത് ചെയ്യാം? ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. അപ്പൊ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നോ? അക്ബർ ചക്രവർത്തി ദിവാനി ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു. അപ്പൊ അക്ബർ ചക്രവർത്തി നേരിട്ട് വന്ന് ദിവാനി ഖാസിൽ, അപ്പൊ ഖാസിലാണ് നമ്മുടെ ആ മതപണ്ഡിതൻ. അപ്പൊ അവിടെ വന്നിരുന്നിട്ട് നേരിട്ട് ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പൊ എന്തായിരുന്നു നിലനിന്നിരുന്നത്? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. നമ്മൾ കുറച്ചു മുന്നേ കണ്ടു ആ തട്ടുകളൊക്കെ. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. അപ്പൊ സാധാരണ അങ്ങനെയാണല്ലോ. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. അതും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത നിലവാരം ഇരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അതിപ്പോഴും ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ളത് പ്രൈമറി സെക്ടറിലാണ്. ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. പക്ഷെ ഏറ്റവും വരുമാനം കുറവും അവിടെയാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു മാറ്റവും ഇല്ലെന്നാണ്. നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനൊരു മാറ്റവും ഇല്ല എന്നത് വേണം ഇവിടെ കാണാൻ. ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ആര്? ടവർണിയർ. ഇതൊക്കെ ചോദ്യമാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? ടവർണിയർ ആണ്. അദ്ദേഹം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ നമുക്കറിയാവുന്ന ഇന്ത്യ തന്നെയാണ്. ജാതിയുടെ പേരിലും തൊഴിലിന്റെ പേരിലും ഒക്കെ വേർതിരിവുകൾ ഉണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അതും. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ.
ഈ ദൂരമത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അപ്പോ ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും നിബിഡവുമാണ്. അപ്പൊ ഈ നഗരങ്ങൾ തമ്മിൽ ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫിഷ്. നമ്മൾ നേരത്തെ ഒരു ടവർണിയറെ കാര്യം പറഞ്ഞു. ടവർണിയർ ആരാണ്? ഫ്രഞ്ച് സഞ്ചാരിയാണ്. ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയർ. അടുത്തത് ഇന്ത്യ എന്നല്ല, മുഗൾ സാമ്രാജ്യം സന്ദർശിച്ച, അല്ലെങ്കിൽ ഇന്ത്യ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച. ഇവിടെ എന്താണ്? മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായാണ് ആര്? മാസ്റ്റർ റാൽഫിഷ്. മാസ്റ്റർ റാൽഫിഷിനെ നമ്മൾ എന്തറിയപ്പെടുന്നു? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നതെന്ന് നോക്കാം. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ. അപ്പൊ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയാണ് അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നത്. അബുൾ ഫസൽ തന്റെ പുസ്തകമായ അയനി അക്ബറി എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ് അയനി അക്ബറി എഴുതിയത്. അതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി അയനി അക്ബറിയിൽ പറഞ്ഞിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. അപ്പോൾ എത്ര നാൾ വരെ ആ കർഷകൻ നികുതി കൊടുക്കുമോ അത്രയും നാൾ ആ കർഷകന് തന്റെ കൃഷിഭൂമിയിൽ തുടരാം. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തി. അടുത്ത അബുൾ ഫസൽ. അപ്പൊ അടുത്തത് അബുൾ ഫസലിനെ പറ്റിയാണ് പറയുന്നത്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹമാണ് അയനി അക്ബറിയും പിന്നെന്താണ് അക്ബർ നാമയും എഴുതിയത്. അക്ബർ നാമയും എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ്. അപ്പൊ ഇത് കണ്ടോ? അപ്പൊ പേർഷ്യൻ ചക്രം ഉപയോഗിച്ച് വെള്ളം തേവുന്ന ഒരു പ്രോസസ്സാണ് ഈ കൊടുത്തിരുന്നത്. കണ്ട് പേർഷ്യൻ ചക്രം. ഓക്കെ. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി. അപ്പൊ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നത് ഗുജറാത്താണ്. പിന്നെ എന്തൊക്കെ കയറ്റുമതി ചെയ്തു? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. അപ്പൊ ഇതൊക്കെ എവിടെയാണ് എന്ന് നമുക്കറിയണം. അപ്പൊ ധാക്ക ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക എന്ന് പറയുന്നത്. ധാക്ക ഏത് നദിയുടെ തീരത്താണ്? ഇത് പഴയ ഒരു ചോദ്യമാണ്. ധാക്ക ബുരി ഗംഗ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൂർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയാണ്. ലാഹോർ പാകിസ്ഥാൻ, സൂറത്ത് ഇന്ത്യയിലാണ്. ആഗ്ര യു പിയിലാണ്. സൂറത്ത് എവിടെയാണ്? ഗുജറാത്തിൽ. അപ്പോ അവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് രാസ്നാമ എന്നൊരു പുസ്തകത്തിന്റെ പുറംചട്ടയാണ്. അപ്പൊ എന്താണ് ഈ രാസ്നാമ? ഈ രാസ്നാമ എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനമാണ്, പേർഷ്യൻ ട്രാൻസ്ലേഷൻ ആണ് ഈ രാസ്നാമ എന്ന് പറയുന്നത്. ഇത് രചിച്ചത് ആരാണ് ഇത് രചിച്ചത്? ധാരാ ഷിക്കോവ് ആണ്. ആരുടെ മകൻ? ഷാജഹാന്റെ മകനായ ധാരാ ഷിക്കോവ് ആണ് നമ്മുടെ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജൻ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. അതായത് നമ്മുടെ ഈ ചെങ്കോട്ട, പിന്നെ
ആഗ്ര കോട്ട, താജ്മഹൽ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയും പിന്നെന്താണ് പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ്. അതുപോലെ തന്നെ ഉറുദു ഭാഷ എന്ന് പറയുന്നത് പേർഷ്യനും ഹിന്ദിയും കൂടെ ചേർന്നിട്ട് ഉണ്ടായ ഒരു പുതിയ ഭാഷയാണ് ഉറുദു. പിന്നെന്താണ്, പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതവും ഒരു കലർന്ന ഒരു സംഗീതമാണ്. പിന്നെ ഇത് താജ്മഹലാണ് നമുക്കറിയാം. ഇതാണ് ആഗ്ര കോട്ട. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ഇത്രയാണ് നമുക്ക് മുഗൾസിനെ പറ്റി പറയാനുള്ളത്. അപ്പം അടുത്ത് പറയാനുള്ളത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയാണ്. ഇത് വളരെ കുറച്ച് പോയിന്റ് വിജയനഗരത്തെ പറ്റി പറയുന്നുള്ളൂ. പെട്ടെന്ന് നോക്കാം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. അപ്പൊ നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു നഗരം. നമ്മൾ എന്താണ് ട്രിവാൻഡ്രം സിറ്റി, പാലക്കാട് ടൗൺ എന്നൊക്കെ പറയും പോലെ വിജയനഗരം അതൊരു നഗരത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ അത് എന്തിന്റെയും കൂടെ ഒരു പേരാണ്, ഒരു രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഇത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അപ്പൊ 1565 നശിപ്പിക്കപ്പെട്ട ഒരു നഗരം, ഒരു സാമ്രാജ്യമാണ് വിജയനഗരം എന്ന് പറയുന്നത്. അത് പിന്നീട് ജനങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണ്, ഹംപിയാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും വിജയനഗരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഹംപിയാണ്. 1800 കേണൽ മക്കൻസി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ കേണൽ മക്കൻസി ആണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. അപ്പൊ ഓർക്കുക, 1800 കേണൽ മക്കൻസി ആണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ ഇതിലൂടെയാണ് നമുക്ക് വിജയനഗരം എന്നൊരു സാമ്രാജ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പൊ ഇതാണ് വിജയനഗരത്തിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് വിജയനഗരം. അപ്പൊ ഇവിടെ നമ്മളെ കേരളം ഇല്ല, നമ്മുടെ കേരളത്തിലൊന്നും വരൂല കേട്ടോ. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കേരളം ഉണ്ടോ? കേരളം ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോകുന്നത്. കാവേരി നദി, ഇപ്പൊ തമിഴ്നാടൊക്കെ ഉണ്ട്, ആന്ധ്രാപ്രദേശ്, കർണാടക അല്ലെ, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഒഡീഷ വരെയാണ് നമ്മുടെ വിജയനഗരം കിടക്കുന്നത്. ഇവിടെ ഒഡീഷയല്ലേ, ഒഡീഷയുടെ ഭാഗം വരെയാണ് വിജയനഗരം കിടക്കുന്നത്. ഓക്കെ. അപ്പൊ സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ. അപ്പൊ നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് കുറെ സംഗമ, സാലുവ, തുളുവ, അരവിടു രാജവംശങ്ങൾ ചേർന്നതാണ്. അതിൽ സംഗമ രാജവംശത്തെ രാജാക്കന്മാരാണ് ഹരിഹരനും ബുക്കനും. അപ്പൊ ഇവരാണ് വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഹരിഹരനും ബുക്കനുമാണ്. അപ്പൊ സാലുവ വംശത്തിലെ രാജാവാണ് നരസിംഹ സാലുവ. തുളുവ വംശത്തിലാണ് നമ്മുടെ കൃഷ്ണദേവരായരും വീര നരസിംഹനും. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. കൃഷ്ണദേവരായർ ഏത് വിജയരാജ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതാണ്? ഏത് വംശമാണ്? തുളുവ വംശമാണ് കൃഷ്ണദേവരായർ. അരവിടു വംശം തിരുമല, വെങ്കിടാവണ്ണും തിരുമലയുമാണ് അരവിടുവിലുള്ളത്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. അപ്പൊ ഹരിഹരനും ബുക്കനും സഹോദരങ്ങളാണ്. അവരാണ് 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണദേവരായർ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ, അതായത് നമ്മൾ ചെറുതിലെ കുറെ കഥകളൊക്കെ പഠിക്കുമല്ലോ രാജാക്കന്മാരുടെ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും പഠിച്ച കൃഷ്ണദേവരായരുടെ കഥകളൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ കഥ കേട്ട് ഉറങ്ങുന്ന സമയത്ത്, അതായത് നമ്മുടെ അമ്മയൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരുമ്പോ അപ്പോഴൊക്കെ കേട്ടിട്ടുള്ള കഥകളാണ് കൃഷ്ണദേവരായരെ പറ്റി. അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ യൂറോപ്യൻ സഞ്ചാരിയാണ്. അദ്ദേഹം എന്തോ പറഞ്ഞു നമ്മുടെ കൃഷ്ണദേവരായരെ പറ്റി. എന്താണ്? ഏതൊരാൾക്കും യാതൊരു അസാരസ്യവുമില്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറനെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പൊ എന്താണ്? അപ്പൊ ആർക്ക് വേണമെങ്കിലും നമ്മുടെ വന്ന് മാന്യമായ രീതിയിൽ, ആർക്കും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ജീവിച്ചിട്ട് പോകാം എന്നാണ്
ബാർബോസ പറഞ്ഞത്. ബാർബോസ പോർച്ചുഗീസ് സഞ്ചാരിയാണ് എന്നുകൂടി ഓർക്കുക. ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി. നമുക്ക് വേണമെങ്കിൽ എന്ത് വരാം, നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരാം. എന്താണ്? ഇന്ത്യ സന്ദർശിച്ച ഡച്ച് സഞ്ചാരി ബാർബോസ. അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ഡച്ച് സഞ്ചാരി ബാർബോസ, കൊള്ളാം. അപ്പൊ നമ്മൾ കറുപ്പിക്കും, നമുക്ക് തെറ്റും. അപ്പൊ ഇതൊക്കെ SCERT കണ്ടന്റ് ആണ്. ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ബാർബോസ. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. അപ്പൊ രാജ്യവ്യാപനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിസ്തൃതി കൂടുക. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചു. അപ്പൊ ഹംപിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. അദ്ദേഹം തന്നെ കുറച്ച് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം ഏതൊക്കെയാണ്? അമുക്തമാല്യതയും ജാമ്പവതി കല്യാണം, ഇതൊക്കെ എഴുതിയത് കൃഷ്ണദേവരായരാണ്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ, എന്താണ്? അഷ്ടദിഗ്ഗജങ്ങൾ അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പൊ കൃഷ്ണദേവരായരുടെ സദസ്സിലെ പണ്ഡിതർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അഷ്ടദിഗ്ഗജങ്ങളാണ്. ഇനി അവരുടെ ഭരണ സംവിധാനമാണ് പറഞ്ഞിരിക്കുന്നത്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ, ഇപ്പോഴത്തെ നമ്മൾ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ തന്നെ പ്രവിശ്യകൾ, പ്രോവിൻസ് എന്ന് പറയും. പിന്നെന്താണ്? നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ, സ്ഥലം അല്ലെങ്കിൽ ഉപജില്ലകൾ, അവസാനം എന്ത് തന്നെയാണ്? ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അപ്പൊ മന്ത്രിമാർക്ക് വലുതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തരം താഴ്ത്താൻ, അതായത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാനും പിന്നെന്താണ് അവരെ ശിക്ഷിക്കുവാനുള്ള അവകാശമൊക്കെ രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അപ്പീൽ അധികാരി രാജാവ്, അതായത് ഏറ്റവും ഉയർന്ന കോർട്ട് എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്. പിന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമര നായകന്മാരും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നായകന്മാരും അമര നായകന്മാരും. സൈനിക മേധാവികൾ അമര നായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മുടെ വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നതാണ് അമര നായകന്മാർ. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ രാജാക്കന്മാർ ഈ അമര നായകന്മാർ അല്ലെങ്കിൽ നമ്മുടെ സൈനിക മേധാവികൾക്ക് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകി. നമ്മുടെ മൻസബ്ദാർമാർക്ക് ഭൂമി നമ്മുടെ അക്ബർ അനുവദിച്ചു കൊടുത്തതുപോലെ തന്നെ ഇവിടെ അമര നായകന്മാർക്ക് അമര എന്ന പേരിൽ എന്ത് ചെയ്തു? ഭൂമി അനുവദിച്ചു നൽകി. അമരത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് അമര നായകന്മാരായിരുന്നു. അപ്പോ അമരത്തിന്റെ ഭരണം ആരുടെ കയ്യിൽ? അമര നായകന്മാരുടെ കയ്യിൽ. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ, അവിടെ സൈന്യത്തെ നിലനിർത്തണമെങ്കിൽ ഇവിടെ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെയാണ് അമരനായക സംവിധാനം. അപ്പൊ ഈ അമരനായകന്മാർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്? അമരനായക സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സാമൂഹിക സാമ്പത്തിക സ്ഥിതിയാണ്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം. അപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ ബ്രാഹ്മണർക്ക്, എപ്പോഴത്തെയും പോലെ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അന്നത്തെ സമയത്ത്, അതായത് നമ്മുടെ പണ്ടത്തെ ചരിത്രത്തിൽ എപ്പോഴത്തെയും പോലെ ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അപ്പൊ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ക്ഷേത്രവക ഭൂമികളുണ്ട്. അപ്പൊ അവിടെ
അവിടെ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് ആർക്കാണ്? അത് ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്താണ്, ഈ പൂജാതി കർമ്മങ്ങൾ പഠിച്ച ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തി. ഇപ്പൊ സ്ത്രീകൾ ഒരു പണിയും ചെയ്യിക്കില്ലായിരുന്നു. അപ്പൊ അവർക്ക് പകരം എന്തെടുത്തു? ഇവിടെ ഒരു പണിയെ കൊടുത്തു. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും ഒക്കെ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തി. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. അപ്പൊ കാശുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യയാകാം എന്നുള്ള രീതി അന്നും ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം, സതീ സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ഡൊമിംഗോ പയസ് ആണ്. ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ്. ഒരുപാട് ചോദ്യപേപ്പറുകളിലെ സ്ഥിര സാന്നിധ്യമാണ് ഡൊമിംഗോ പയസ്. അപ്പൊ ഇനിയും ചോദിക്കാം, ഓർത്തിരിക്കുക, വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിംഗോ പയസ്. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന് ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടുകളും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാനം. അപ്പൊ നികുതി മാത്രമല്ല, നികുതിക്ക് പുറമെ എന്തൊക്കെയാണ്? തൊഴിൽ നികുതി, ഭൂനിരക്ക്, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ. അപ്പൊ ഇതിൽ നിന്നൊക്കെയുള്ള പിഴകളൊക്കെ ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗമായിരുന്നു. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികസനം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായി നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിന്റെ ഒരു പ്രധാന ഇനമായിരുന്നു. അപ്പൊ ആ സമയത്ത് കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇടമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ, അപ്പൊ മധ്യേഷ്യയിലെ അറബികളൊക്കെ വന്ന് ഈ കച്ചവടം ചെയ്തിരുന്നെങ്കിലും കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെയാണ് നമ്മൾ എന്തെന്നറിയപ്പെട്ടിരുന്നത്? കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ചൈനയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന കെട്ടിടങ്ങളാണ് ഇതൊക്കെ. എന്താണിത്? ഹസാര രാമക്ഷേത്രം ഹംപിയിലാണ്. ഹസാര രാമക്ഷേത്രം ഇതൊക്കെ ഓർത്തിരിക്കുക. വിത്തല സ്വാമി ക്ഷേത്രം അതും ഹംപിയിലാണ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. ശില്പരീതിയാണ് അന്ന് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ഉയർന്ന ഗോപുരങ്ങളാണ് ഓരോ ചിത്രത്തിനും ഉള്ളത്. ഇത് വിരൂപാക്ഷ ക്ഷേത്രം ഹംപി, ലോട്ടസ് മഹൽ ഹംപി. ഇതൊക്കെ ലോട്ടസ് മഹൽ ആണ് കേട്ടോ. ഇത്
സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പോ അതായത് എന്താണ്, സംസ്കൃത കൃതികളൊക്കെ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. മറ്റു കൃതികളും കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ അറിയണമെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങൾ വായിക്കണം. അപ്പൊ അങ്ങനെ ബുക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ആരംഭിച്ചു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയും മുഗൾസയെ പറ്റിയും പറയാനുള്ളത്. അപ്പൊ ഈ തുടർ പ്രവർത്തനം ഒന്നും നമ്മൾ നോക്കണ്ട, അതൊക്കെ സാധാരണ ഇതിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള രാജവാഴ്ച, മുഗൾ ഭരണ രാജവാഴ്ച, ഇവിടെയും രാജവാഴ്ച തന്നെയാണ്, അങ്ങനെയുള്ള സംഭവങ്ങള്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി അടുത്ത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇതിന് എല്ലാത്തിന്റെയും നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ സജഷൻസ് പറയുക. അടുത്ത ക്ലാസ് മുതൽക്ക് നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ട് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല തയ്യാറാക്കിയ നോട്ട് വെച്ചിട്ട് മതി ക്ലാസ് എങ്കിൽ നമുക്ക് അങ്ങനെ എടുത്തു പോകാം. അപ്പൊ നിങ്ങളെ സജഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് എടുക്കാം. ചിലർക്ക് അരിച്ചു പിറക്കണം, ക്ലാസ് ഇങ്ങനെ ഫുൾ ആയിട്ട് കാണണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മറ്റേത് നോട്ട് വെച്ചിട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ എന്തായാലും നോട്ട് വേണമെന്നുള്ളവർ പ്ലീസ് കമന്റ്. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മുടെ സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനത്തെയും പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ ആദ്യത്തെ 2 ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് വിട്ടുകളയാൻ പറ്റൂല. എത്ര ബോറിംഗ് എന്ന് പറഞ്ഞാലും നമുക്ക് ജോലി വേണം. നമുക്ക് ജോലി വേണമെങ്കിൽ കുറച്ച് ബോറടിച്ചേ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഒരു വരിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, ചിലപ്പോൾ കയറി വരും ഇത് ആരെഴുതിയതെന്നൊക്കെ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുകയല്ലേ. നോക്കാം. കോനേറി വാഴും കുറുകായി പിറപ്പേനെ തിരുവേങ്കടച്ചൂനയി മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കട മലയിന്മേൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്നും. ഇത് മാത്രം കുറച്ച് തമിഴായിട്ട് തോന്നുന്നല്ലേ. കോയിലിൻ വാസലിൽ പടിയായി കിടന്നും. അപ്പൊ ഇത് എഴുതിയത് നമ്മുടെ കുലശേഖര ആഴ്വാറാണ്. പെരുമാൾ തിരുമൊഴി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിന്റെ മലയാളം വിവർത്തനമുണ്ട് നമുക്ക് മനസ്സിലാകാനായിട്ട്. തിരുവേങ്കട മലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി എന്നാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി രചിച്ചത് ആരാണ്? കുലശേഖര ആഴ്വാറാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭക്തി? ദൈവത്തിന് സമ്പൂർണമായി സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് എന്ത്? ഭക്തി പ്രസ്ഥാനം. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ജനവിഭാഗങ്ങൾ, അതായത് നമുക്ക് അങ്ങോട്ട് സാമൂഹിക വിവേചനം നേരിടുമ്പോഴാണ് നമ്മൾ ഒത്തൊരുമിക്കാൻ നോക്കുന്നത് അല്ലെ. അങ്ങനെ സാമൂഹിക വിവേചനങ്ങൾ നേരിട്ട സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവര് ഒറ്റ ദർശനത്തോടു കൂടി, ഒരു ദർശനത്തിൽ വിശ്വസിച്ച്, ഒരു അനുഷ്ഠാനത്തിൽ വിശ്വസിച്ച് ഒറ്റ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വന്നതാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനമാണ്. പെട്ടെന്ന് നോക്കിപ്പോകാം. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. അപ്പൊ ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്നത് വിഷ്ണു ഭക്തരാണ്. വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. അപ്പൊ ഭക്തകവികൾ 2 തരത്തിലുണ്ട്. ഒന്ന് ആഴ്വാർമാർ, മറ്റൊന്ന് നായനാർമാർ. ആഴ്വാർമാർ വിഷ്ണു ഭക്തരും നായനാർമാർ ശിവഭക്തരുമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ CE 7 മുതൽ 12-ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഒരു ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത്.
അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, കീർത്തനങ്ങളൊക്കെ പ്രാദേശിക ഭാഷയിൽ എഴുതി അവരെ ആലപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവർക്ക് ദൈവമുണ്ട്, അവർക്ക് ഒരൊറ്റ ദൈവത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവത്തെ കാണാൻ ജാതി മത വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും വരാം. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം നൽകുന്നുണ്ട്. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയുമാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അപ്പോൾ ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിപ്പിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ പ്രാദേശികമായിട്ട് ജനങ്ങൾക്കിടയിലൂടെ ഈ പാട്ടുകളൊക്കെ, ഈ കീർത്തനങ്ങളൊക്കെ പാടി നടക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഭക്തി പ്രസ്ഥാനം ഇങ്ങനെ പ്രചരിച്ച് വന്നത്. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ ആ സമയത്ത് അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിന്ന സമയമാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ ഈ ഭക്തകവികളൊക്കെ ആകൃഷ്ടരാകുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ഇത് 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കൈയെഴുത്താണ്. ആഴ്വാർമാരുടെ രചനകളാണ് 4000 ദിവ്യപ്രബന്ധം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഴ്വാർമാരുടെ രചനകൾ സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നാണ്. അങ്ങനെയെങ്കിൽ നായനാർമാരുടെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? തിരുമുറൈകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത് കേരളത്തിലെ പ്രധാന കവികളെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാന കവികളെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു ഭക്തർ, ആഴ്വാർമാർ, ശിവഭക്തർ, നായനാർമാർ. ഇപ്പൊ പ്രധാനപ്പെട്ട ആഴ്വാർമാരാണ് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. അപ്പൊ ഈ ആഴ്വാർമാരെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത് നമ്മളെ ശിവഭക്തരായ നായനാർമാരാണ്. അവർ കാരയ്ക്കൽ അമ്മയാർ, അപ്പറൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പർ, സമ്പന്തർ, പിന്നെന്താണ് സുന്ദരർ, പിന്നെ ആരാണ് മാണിക്യവാസകർ. ഇതൊക്കെ ഇവരൊക്കെ ശിവഭക്തരായ നായനാർമാരാണ്. പിന്നെ ഭക്തി പ്രസ്ഥാനം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ വ്യാപിച്ചു തുടങ്ങി. ബസവണ്ണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബസവണ്ണ കന്നഡ ദേശത്തെ മനുഷ്യ സ്നേഹിയാണ്. ആര്? ബസവണ്ണ കന്നഡ ദേശത്തെ മനുഷ്യ സ്നേഹിയാണ് ബസവണ്ണ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അതെ, ഇതാണ് ഈ ബസവണ്ണ എന്ന് പറയുന്ന ആള്. കർണാടകയിലെ ബസവ കല്യാണം സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമയാണിത്. അപ്പൊ നമുക്ക് നോക്കാം ബസവണ്ണയെ പറ്റി. ആദ്യം നമുക്കിത് നോക്കാം. അനുഭവ മണ്ഡലം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. ഇതെന്താണ്? അനുഭവ മണ്ഡപം ഒരു ചർച്ചാവേദിയാണ്. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവരാണ് അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ജാതി, ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അപ്പൊ ആർക്ക് വേണേലും ചർച്ചകൾ പങ്കെടുക്കാം. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അനുഭവ മണ്ഡപത്തിലെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ അറിയപ്പെട്ടിരുന്നത് വചനങ്ങൾ എന്ന പേരിലാണ്. വചനങ്ങൾ. ഇത് നമുക്കൊരു ചർച്ച കാണാം. ഇവിടെ ഒരു ചർച്ച കൊടുത്തിട്ടുണ്ട്. ആളുകൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ? ഇപ്പൊ ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. അപ്പൊ അത് നല്ലതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവവുമാണ് പ്രധാനമെന്നാണ് മറുപടി കൊടുത്തത്. ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ? സമൂഹ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ്. അപ്പൊ ഇതിങ്ങനെ ഓരോ ചർച്ചകളുടെ ഒരു ഇതാണ്. ഈ അനുഭവ മണ്ഡപത്തിൽ ചർച്ച ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെറുതെ കാണിച്ചത്.
അപ്പൊ ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാം. ജാതി വിവേചനം ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം ഉണ്ടായിരുന്നു, പിന്നെന്താണ് വിധവകൾ മരിക്കുന്ന ആ സംഭവങ്ങൾ, വിധവ പുനർവിവാഹമൊന്നും ഇല്ലായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇവയെ തുടച്ചു നീക്കാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ബസവണ്ണയുടെ ഒരു ആശയമാണ് എന്ത്? വീരശൈവ പ്രസ്ഥാനം. അപ്പൊ വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ബസവണ്ണ തന്റെ ആശയങ്ങളൊക്കെ പുറത്തോട്ട് കൊടുത്തിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അപ്പൊ വേദങ്ങളുടെ പ്രാമാണികതയെ ചോദ്യം ചെയ്തു, ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനും എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അപ്പൊ ജാതി വിവേചനവും അല്ലെങ്കിൽ ആൺ പെണ്ണെന്ന് പറയുന്ന വിവേചനമൊന്നും നല്ലതല്ല എന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഹിന്ദുക്കൾക്കൊരു ദൈവം, മുസ്ലിങ്ങൾക്കൊരു ദൈവം, ക്രിസ്ത്യാനികൾക്കൊരു ദൈവം, അങ്ങനെയൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. അങ്ങനെയുള്ള ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അപ്പൊ നമുക്കൊരു തൊഴിലും ഒരു അധ്വാനം, നമ്മൾ അധ്വാനിക്കുകയും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനാകൂ, അല്ലാതെ ദൈവം തരില്ല എന്നുള്ള രീതിയിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഏതൊരു തൊഴിലും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നൊക്കെ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം. പിന്നെ അടുത്ത പറയുന്നതാണ് ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ എന്തിന്റെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. മനുഷ്യ സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ബസവണ്ണയുടെ സന്ദേശങ്ങളാണ്. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടമാകുന്ന രീതിക്കൊക്കെ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം. അതിന് അവിടെ അങ്ങനെ പോകണം, ഇവിടെ ഇങ്ങനെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയാൻ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. പുനർജന്മമില്ല. കേട്ടോ കുട്ടികളെ, പുനർജന്മമില്ല. ഈ ജന്മത്തിൽ തന്നെ ജോലി നേടുക, ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക. ഇതൊക്കെയാണ് ബസവണ്ണയുടെ സന്ദേശങ്ങൾ. അപ്പൊ ഇത്രയുമാണ് ബസവണ്ണയെ പറ്റി പറയാനുള്ളത്. പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക് ഈ വീരശൈവ പ്രസ്ഥാനം തന്നെയാണ്. ബസവണ്ണയുടേതാണ് ഈ വീരശൈവ പ്രസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ കബീറിനെ പറ്റിയാണ്. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ഇപ്പൊ എന്താണിത്? അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അപ്പൊ ഇതിന് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊന്നുരുക്കി വളകളും ചെയ്യും, മോതിരങ്ങളും ചെയ്യും. എന്നിരുന്നാലും ബേസിക്കലി അത് എന്ത് തന്നെയാണ്? പൊന്ന് തന്നെയാണ്. അതായത് നമുക്കിടയിൽ പല ജാതിയും പല മതവും പല പേരുകളും എന്താണ് പല ജോലികളും ഉണ്ടാവും. ബേസിക്കലി നമ്മൾ എല്ലാവരും എന്താണ്? മനുഷ്യരാണ്. ഈ വൈജാത്യങ്ങൾ, ഈ വ്യത്യാസങ്ങൾ നമ്മൾ നിർമ്മിക്കുന്ന പദങ്ങളിൽ മാത്രമാണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആരാണ്? കബീർ ആണ്. നമ്മുടെ കബീർ എഴുതിയ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചോദ്യം വരാം, ഈ വരി തന്നിട്ട് ഇത് എഴുതിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? കബീർ. അപ്പൊ ഇങ്ങനെ കബീർ എഴുതുന്ന ഇത്തരം കീർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ദോഹകൾ എന്ന് പറയുന്നത്. ഈ ദോഹകളിലൂടെയാണ് കബീർ തന്റെ ആശയം പ്രചരിപ്പിച്ചിരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. അപ്പൊ നമുക്കും വായിച്ചപ്പോ മനസ്സിലായി. അപ്പൊ അതിന്റെ അർത്ഥം സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കബീർ തന്റെ ദോഹകൾ. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു.
ഭക്തി സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഭക്തിയുടെ ആശയങ്ങളും സൂഫിയുടെ ആശയങ്ങളും ഒക്കെ കബീറിനെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു. അപ്പൊ മതപരമായ പാരമ്പര്യങ്ങളെ എല്ലാം തന്നെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു. മതങ്ങളുടെ ബാഹ്യാരാധനാ ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അപ്പൊ മതങ്ങളെ ബാഹ്യമായി ആരാധിക്കുന്ന കുറെ രീതികളുണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്കറിയാം എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുസിന്റെ രീതിയിൽ, മുസ്ലിംസിന് അവരുടെ രീതിയിൽ, ക്രിസ്ത്യൻസിന് അവരുടെ രീതിയിൽ, അങ്ങനെ ബാഹ്യാരാധന ക്രമങ്ങളുണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും അവഗണിച്ച വ്യക്തിയാണ് കബീർ. അരൂപിയായ ദൈവത്തിലാണ് കബീർ വിശ്വസിച്ചിരുന്നത്. ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ഒരു അനുഭവമാണ്, അത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് രോഗശാന്തിക്ക് മന്ത്രം ചൊല്ലാന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിക്കും, രോഗശാന്തിക്ക് മന്ത്രമൊന്നും വേണ്ട, ചികിത്സയാണ് വേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ കബീറിന്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് കബീറിന്റെ ദോഹയെ പറ്റി തന്നെയാണ് പറയാനുള്ളത് പ്രധാനമായിട്ട്. പിന്നെന്താണ്, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവയൊക്കെ അദ്ദേഹം എതിർത്തു എന്ന കാര്യം കൂടെയൊക്കെ ഓർത്തിരിക്കുക. അടുത്തതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഫാക്ട് വരുന്നത് ഗുരു നാനാക്ക് ആണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഫാക്ട്. അപ്പം ഇതും ഒരു കഥയാണ്. ഈ കഥയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഷാബാദ് എന്ന പ്രാർത്ഥനാ ഗാനം എഴുതിയത് ഗുരു നാനാക്കാണ്. ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ്. ഷാബാദ് എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് ഗുരു നാനാക്കാണ്. ഇതൊരു കഥയാണ്. അദ്ദേഹത്തിന്റെ ഈ പാട്ട്, അതായത് അദ്ദേഹത്തിന്റെ കൂട്ടാളിയും കൂടെ ഒരു സ്ഥലത്ത് തങ്ങാൻ വന്നു. അപ്പൊ അവിടുത്തെ ആ തങ്ങാൻ സ്ഥലം കൊടുത്ത ആളൊരു കള്ളനാണ്. അയാൾ അവിടെ താമസിക്കുന്നവരുടെ കാശും പണവും അടിച്ചുകൊണ്ടു. അപ്പൊ അത് നമ്മുടെ ഗുരു നാനാക്കിന് മനസ്സിലായി. ഇപ്പൊ ഗുരു നാനാക്ക് എന്ത് ചെയ്യുന്ന അറിയാവോ, ഉറങ്ങാതിരുന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ അതിൽ ഈ കൊള്ളയും അതൊന്നും നല്ലതല്ല, മോഷ്ടവും നല്ലതല്ല എന്ന രീതിയിലുള്ളതാണ് അതിന്റെ ഒരു തീം വരുന്നത്. അപ്പൊ അത് കേട്ടിട്ട് അയാൾ നന്നാകുന്നതാണ് ഈ കഥ. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഇപ്പോ പാകിസ്ഥാനിലാണ്. അവിടെയാണ് നമ്മുടെ ഗുരു നാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ്, ഏകദൈവം എന്ന ആശയം തന്നെയാണ്. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മത സഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, പിന്നെന്താണ് തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്, ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ഒരു അവസ്ഥയിലാണ് ലങ്കാർ എന്ന് പറയുന്നത്, അതിനല്ലെങ്കിൽ പൊതു അടുക്കള എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും പഠിക്കുന്ന കാര്യമാണ്, സിഖ് മതം രൂപീകരിച്ചത് ആരാണെന്നാണ് പഠിക്കുന്നത്, ഗുരു നാനാക്കാണ് സിഖ് മതം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇവിടെ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് പറഞ്ഞിരിക്കുന്നത്, ആദി ഗ്രന്ഥ അല്ലെങ്കിൽ ഗുരു ഗ്രന്ഥ സാഹിബാണ്. ഗുരു നാനാക്ക് തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം, പിന്നെ ജാതി, ലിംഗ, വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയ മതങ്ങളുടെ ആശയങ്ങളൊക്കെ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീകളാണ്. അപ്പോൾ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും
കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യവും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യവും ഒന്നും അവർക്കില്ലായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും സ്ത്രീകൾക്ക് തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാഭായ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അവർ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി എന്തെഴുതി? കൃഷ്ണ ഭജനകൾ എഴുതി. മീരാഭായിയുടെ ഈ കൃഷ്ണ ഭജനകൾ ഏറെ പ്രസിദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രശസ്തയായിരുന്ന ഭക്ത കവയത്രിമാരിൽ ഒരാളാണ് ആര്? കാരയ്ക്കൽ അമ്മാൾ, കാരയ്ക്കൽ അമ്മയാൾ, പിന്നെന്താണ്? അണ്ടാൾ. കാരയ്ക്കൽ അമ്മയാൾ, ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ മീരാബായി. ഇതാണ് മീരാബായി. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്കാ മഹാദേവി. അക്കാ മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകി. ആര്? അക്കാ മഹാദേവി. പിന്നെ മറ്റു വനിതകളാണ് മഹാരാഷ്ട്രയിലെ ബഹിനാബായ്, സൊഹ്റാബായ്. മഹാരാഷ്ട്രയിലത് ബഹിനാബായും സൊഹ്റാബായും. കാശ്മീരില് ലാൽദേവ്. ഇതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ അടുത്തത് സൂഫി പ്രസ്ഥാനമാണ്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ ഇതും ചെറിയൊരു കഥയാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തിനാണ് സമയം കളയുന്നത്? നമുക്ക് ആവശ്യമുള്ളത് പോലെ. ഇതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് സൂഫിസം. സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ അല്ലെങ്കിൽ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഏതാണെന്ന് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. അപ്പോൾ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം, അപ്പൊ അതൊക്കെയാണ് ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവർക്കെതിരെ ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിയത്. അപ്പം മുഴുവനായിട്ടും എത്ര സിൽസിലകളുണ്ട്? 12 സിൽസിലകളുണ്ട്. അതിൽ സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നിവയാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. അപ്പം സാധാരണ സൂഫി ഗുരുവിനെ പീർ എന്നാണ് സൂഫി ഗുരുവിനെ അറിയപ്പെടുന്നത്. പിന്നെ അനുയായികളെയാണ് മുരീദ്. അനുയായികളാണ് മുരീദ്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻ ഗുഹകൾ സൂഫിയുടെ താമസ സ്ഥലങ്ങളായിരുന്നു. ഇത് അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. ഇപ്പൊ ഖവ്വാലികൾ സൂഫികളുടെ ഭക്തിഗാനമാണ് ഖവ്വാലികൾ. ഇത് സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിലാണ് ആലപിച്ചിരുന്നത്. സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് കഴിഞ്ഞു. പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരും പ്രദേശങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി സിൽഹറ്റ്. അപ്പൊ ഈ സുഹ്റവർദി
സുഹറവർദി എന്ന് പറയുന്നത് ആ ഒരു സിൽസിലയാണ്. അപ്പൊ അയാളെ പേര് ഷെയ്ഖ് ഷിലാവുദ്ദീൻ ആണ്, സിൽഹറ്റിലാണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ. അപ്പൊ ഇതാണ് സൂഫി വര്യന്മാരുടെ പ്രദേശങ്ങളും. പിന്നെ പ്രാദേശിക ഭാഷയുടെ വളർച്ചയാണ്. ഇതെങ്ങനെയാണ്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരം നടത്തിയത്. അപ്പൊ ഇത് തന്നെ പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി മാറുകയാണ്. ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികൾ ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്ന് ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഉറുദു ഒരു പുതിയ ഭാഷ വരെ ഉണ്ടായി. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. കബീറിന്റെ ദോഹകൾ നമ്മൾ പറഞ്ഞു ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. പിന്നെ മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്ക് സാഹിത്യത്തിനും ഉണർവേകി. അപ്പൊ ഭാഷയ്ക്കൊക്കെ ഉണ്ടായ ഒരു വളർച്ചയാണ് ഇവിടെ പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രാദേശിക ഭാഷ തന്നിട്ടുണ്ട്, കൃതി തന്നിട്ടുണ്ട്, രചയിതാവ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ തമിഴ് കൃതിയാണ് 4000 ദിവ്യപ്രബന്ധം. ഇത് എഴുതിയത് ആഴ്വാർമാരാണ്. തമിഴ് കൃതിയായ തിരുമുറൈകൾ എഴുതിയത് നായനാർമാർ. അപ്പൊ 4000 ദിവ്യപ്രബന്ധം എഴുതിയത് ആഴ്വാർമാരും തിരുമുറൈകൾ എഴുതിയത് നായനാർമാർ. അപ്പൊ കന്നഡയിൽ വചനങ്ങൾ എഴുതിയത് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ പ്രഭു. ഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തത് നന്നയ്യ തിക്കണ്ണ എര. അപ്പൊ മഹാഭാരതം തെലുങ്കിലേക്ക് വിവർത്തനം ചെയ്തത് നന്നയ്യ തിക്കണ്ണ എര പ്രഗത എന്നിവർ ചേർന്നാണ്. ഗീതാ ഗോവിന്ദം ജയദേവൻ നമുക്കറിയാവുന്നതാണ്. ഓർക്കുക, ഗീതാ ഗോവിന്ദം ബംഗാളി ഭാഷയിലാണ്. പത്മാവത് ഹിന്ദി ഭാഷയിലാണ്. പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി ആണ് പത്മാവത് എഴുതിയത്. പിന്നെ മലയാളം നമുക്കറിയാം ജ്ഞാനപ്പാന, പൂന്താനം, അധ്യാത്മരാമായണം കിളിപ്പട്ട്, നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹിയുദ്ദീൻ മാല, ഖാസി മുഹമ്മദ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകളിൽ എഴുതിയ കൃതികളും അവയുടെ രചയിതാവും. പിന്നെ നമ്മുടെ സൂഫി ചിന്തകളുടെ സ്വാധീനം എന്താണ്? ജാതി വിവേചനത്തിനെതിരെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. അപ്പൊ കഴിഞ്ഞ അധ്യായം ഇതും കൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ പാഠത്തിൽ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂട്ടിയിണക്കിക്കൊണ്ട് 2 ക്ലാസ്സിന്റെയും ഓരോരോ നോട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവർക്ക് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വേണമോ വേണ്ടയോ എന്ന് എനിക്കറിയാൻ പറ്റൂ. അപ്പൊ അല്ലാത്തവര് ഇത് ഇങ്ങനെ കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കുന്നവരുമുണ്ട്. അതല്ല നിങ്ങൾക്ക് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, നോട്ട് തരാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത 2 ചാപ്റ്ററുകളാണ്. 3, 4 ചാപ്റ്ററുകളാണ്. അടുത്ത ചാപ്റ്റർ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ മിസ് ചെയ്യാതെ അടുത്ത ക്ലാസ്സും കാണുക. SCERT കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. SCERT കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും ഒരു പടി നമ്മൾ കയറി എന്ന് തന്നെ തീർത്ത് പറയാം. നമുക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല, ബേസിക് സയൻസ് എടുക്കണം, പിന്നെ മലയാളവും മാത്സും ഒക്കെ എടുക്കണം. ഇതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കൊണ്ടുവരും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറുക. എല്ലാവരും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്